ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അവിലും തേങ്ങയൊക്കെ കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അവൽ ലഡുവിൻ്റെ റെസിപ്പിയാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള അവൽ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണുള്ളത് അത് എടുക്കാവുന്നതാണ്. നല്ല തിന്നായിട്ടുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവിൽ നന്നായിട്ട് ഇനി ഒന്ന് വറുത്തിട്ടെടുക്കാം. കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമാകണം, അതുവരെ ഒന്ന് വറുത്തിട്ടെടുക്കാം. രണ്ട് 3 മിനിറ്റ് കൊണ്ട് തന്നെ അവിൽ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കിട്ടും. അവിലിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അവിലിന് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുക്കേണ്ടത്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് വറുത്തിട്ടെടുക്കാം. തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അവിലും തേങ്ങയും നന്നായിട്ട് ഇനി ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അവിലും തേങ്ങയും നന്നായിട്ട് തന്നെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. അവിലും തേങ്ങയും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഇതിനുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ശർക്കര ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി കിട്ടിയാൽ മതിയാകും. ശർക്കരയുടെ നന്നായിട്ട് തന്നെ തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പൊടിച്ചു വെച്ചിട്ടുള്ള അവിലും തേങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശർക്കരയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നെയ്യാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആവശ്യമുള്ളവർ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറിയ ചൂടോടുകൂടി വേണം ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഇതിൽ നിന്നും കുറച്ച് മിക്സ് വീതം കയ്യിലെടുത്ത് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ലഡുവിൻ്റെ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം.
എല്ലാ ലഡുവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അവിൽ ലഡുവാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.